റാങ്കിങ്ങിൽ നമ്മുടെ സഞ്ജുവിന് കുതിപ്പ് 25 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 40ലേക്ക് എത്തി. വെസ്റ്റ് ഇൻഡീസിനെതിരായ വെടിക്കെട്ട് പ്രകടനമാണ് നേട്ടമായത്. ബാറ്റർമാരിൽ അഭിഷേകും ബൗളർമാരിൽ വരുൺ ചക്രവർത്തിയും തന്നെ ഒന്നാമത് തുടരും. ഖിലാഫ് അഹമ്മദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഖിലാഫ്, മലയാളികളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള വിവരം എന്നുള്ളതാണ്. സഞ്ജു സാംസണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം സഞ്ജുവിൻ്റെ ആ വെടിക്കെട്ട് പ്രകടനത്തിന് ശേഷം നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതാണ്. സഞ്ജു എങ്ങനെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്, എത്രമാത്രം പ്രതിബന്ധങ്ങളെ മറികടന്നാണ് സഞ്ജു ഈ നേട്ടത്തിലേക്ക് എത്തിയത് എന്നുള്ളത്, അതിന് ഒരു പൊൻതൂവൽ കൂടിയാണ് ഇപ്പോൾ സഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ റാങ്കിങ്ങിൽ സഞ്ജു ഈ ഒരു നില മെച്ചപ്പെടുത്തിയത്? മറ്റു വിവരങ്ങൾ. തീർച്ചയായും സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു പൊൻതൂവൽ തന്നെയാണ് സഞ്ജുവിൻ്റെ കരിയറിൽ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു നിർണായക മത്സരത്തിൽ സഞ്ജു സാംസന്റെ കൂറ്റൻ വെടിക്കെട്ടു കാരണം ആ ഒരു മത്സരത്തിൽ ഇന്ത്യ സെമി ഉറപ്പിക്കുന്നു. ആ സെമിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ICC റാങ്കിങ്ങിൽ സഞ്ജുവിന് കുതിപ്പുണ്ടാകുന്നു. അത് 65ാം സ്ഥാനത്തിൽ നിന്ന് 25 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 40ലേക്ക് എത്തുന്നു. ആ 40 എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കരിയറിൽ ഏറ്റവും മികച്ച ഒരു റാങ്കിങ്ങിലേക്ക് തന്നെയാണ് സഞ്ജു സാംസൺ എത്തിയിരിക്കുന്നത്. നേരത്തെ 17ാം റാങ്കിങ്ങിലേക്ക് എത്തിയിട്ടുമുണ്ട് സഞ്ജു. എന്തായിരുന്നാലും ആ ഒരു 40 എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ കരിയറിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പൊൻതൂവൽ തന്നെയാണ്. നമുക്ക് ഈ ഒരു ടൂർണമെന്റിലെ താരത്തിന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ 3 മത്സരങ്ങളിലാണ് താരം കളിച്ചിരിക്കുന്നത്. ഈ 3 മത്സരങ്ങളിലും ഒരു മികച്ച പ്രകടനം തന്നെ സഞ്ജു സാംസൺ കാഴ്ചവെക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആദ്യ മത്സരത്തിൽ അമേരിക്കക്കെതിരെ ഒരു നമീബിയക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അത് 8 പന്തിൽ നിന്ന് 22 റൺസ് നേടിയിട്ടായിരുന്നു ആ ഒരു മികച്ച ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചത്. പിന്നാലെ തൊട്ടടുത്ത മത്സരത്തിൽ സിംബാബ്വേക്കെതിരെയാണ് താരം പിന്നീട് കളത്തിലിറങ്ങിയത്. ആ മത്സരത്തിലും ഒരു മികച്ച ഇന്നിങ്സ് തന്നെ കാഴ്ചവെക്കുന്നു. 14 പന്തിൽ 24 റൺസ് എടുക്കുന്നു. ആ ഒരു ഇന്നിങ്സിൽ ഒരു കൂറ്റൻ വിജയലക്ഷ്യം സിംബാബ്വേക്ക് മുന്നിൽ വെക്കുന്നതിൽ സഞ്ജുവിൻ്റെ ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വലിയൊരു വലുതായിരുന്നു. കൂടാതെ അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ എത്തുമ്പോൾ താരത്തിൻ്റെ ഒരു സന്തുലിതമായ പ്രകടനം, അതായത് മുൻപ് എന്ന് പറയുന്നത് ഒരു അടിച്ചു കയറി, അതായത് ഒരു പന്ത് ഒരു മികച്ച രീതിയിൽ തന്നെ ഫിനിഷ് തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കുന്ന രീതി ഒഴിവാക്കി ഒരു സന്തുലിതമായ ബാറ്റിംഗ് രീതിയാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. ആ ഒരു പ്രകടനം ഇന്ത്യയുടെ ബാറ്റിംഗിൽ നിർണായകമായിരുന്നു. താരത്തിൻ്റെ 97 റൺസ് എന്ന് പറയുന്നത് 50 പന്തിൽ 12 ഫോറുകളും അടക്കമായിരുന്നു ഈ ഒരു കുറ്റൻ സ്കോറിലേക്ക് എത്തിയത്. കൂടാതെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു ഇന്നിങ്സിലൂടെ അടുത്ത മത്സരത്തിലും താരം ഈ ഒരു സ്ഥാനം അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പ്രകടനം. പിന്നാലെ തന്നെ ഇതിഹാസങ്ങൾ താരത്തെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തുന്നു. ഇതിന് പിന്നാലെ ICC റാങ്കിങ്ങിലും ഒരു മികച്ചൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. എന്തായാലും സെമിയിലേക്ക് എത്തുമ്പോൾ സഞ്ജുവിന് അതൊരു ആത്മവിശ്വാസം കൂട്ടും. ഇനി മറ്റ് റാങ്കിങ്ങുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം, അതായത് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം അഭിഷേക് ശർമ്മ നിലനിർത്തിയതാണ് ഇന്ന് മറ്റൊരു പ്രത്യേകത. കൂടാതെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി മാത്രമാണ് അഭിഷേക് ശർമ്മയുടെ പക്കൽ നിന്നുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു കഴിഞ്ഞ മത്സരത്തിൽ താരം മികച്ച രീതിയിൽ താളം കണ്ടെത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെയാണ് താരത്തിന്റെ 1ാം സ്ഥാനം നിലനിർത്താൻ കാരണമായത്. കൂടാതെ ഇഷാൻ കിഷനും തിലക് വർമ്മയും സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു. ഓരോ സ്ഥാനം മെച്ചപ്പെടുത്തി 3ഉം അതേപോലെ തന്നെ 6ാം സ്ഥാനത്തിലേക്ക് എത്തുന്നു. എന്നാൽ സൂര്യകുമാർ യാദവ്, ഈ ഒരു ടൂർണമെന്റിലുടനീളം ഇന്ത്യക്കായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സൂര്യകുമാർ യാദവിനെ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ആദ്യ 10ൽ 4 ഇന്ത്യൻ താരങ്ങളാണ് ഉള്ളത് ബാറ്റർമാരിൽ. ഇനി നമ്മൾ ബോളിംഗിൽ പരിശോധിക്കുകയാണ്. വരുൺ ചക്രവർത്തി 1ാം സ്ഥാനം നിലനിർത്തുന്നു. കൂടാതെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുംറയും ഈ ഒരു ആദ്യ 10ൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് അർഷ്ദീപ് സിംഗ് ആണ്. 6 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി താരം 13ാം സ്ഥാനത്തിലേക്ക് എത്തുന്നു. ഓൾറൗണ്ടർമാരിലാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ 2ാം സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ ശിവം ദുബെക്ക് 2 സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. സ്വാതി. ശരി ഖിലാഫ്, എന്തായാലും ഇത്തരത്തിലാണ് ഈ ഒരു റാങ്കിംഗ് വന്നിരിക്കുന്നത്. ഇനി സെമി പോരാട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. ഈ ഒരു ആത്മവിശ്വാസത്തോടുകൂടി സഞ്ജു അടക്കമുള്ള താരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു റാങ്കിംഗ് പട്ടികയാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. ഇനി